ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒന്നിച്ചു മുന്നോട്ടു പോകാൻ ഭാരതവും ഫ്രാൻസും. ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള പണമൊഴുക്ക് തടയാനും ഭീകരർക്ക് സഹായം ലഭിക്കുന്നത് ഇല്ലാതാക്കാനും ഇരു രാജ്യങ്ങളും ഒന്നിച്ചു പ്രവർത്തിക്കും. ഭാരതത്തിൻ്റെ ഭീകരവിരുദ്ധ സഖ്യത്തിന് ശക്തമായ പിന്തുണയും സാങ്കേതിക സഹായവും ഉറപ്പാക്കുന്നതാണ് ധാരണ. ഭാരതം ഫ്രാൻസ് ബന്ധം പുതിയ ഉയരങ്ങളിൽ എത്തിക്കുന്നതായിരുന്നു മോദി മക്രോൺ കൂടിക്കാഴ്ച. ഫ്രാൻസിലെ ഭാരതീയർക്ക് അനുഗ്രഹമായി മർസയിൽ ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ ഉദ്ഘാടനവും ഇരുവരും ചേർന്ന് നിർവഹിച്ചു. നാല് ദിവസം നീണ്ടുനിന്ന ദ്വിരാഷ്ട്ര സന്ദർശനം. ഫ്രാൻസ് US സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമെത്തിയത് പാരീസിലായിരുന്നു. ഫ്രാൻസിന്റെ മണ്ണിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ഫ്രാൻസ് സായുധ സേനാ മന്ത്രി സെബാസ്റ്റ്യൻ ലെക്കോർണു സ്വീകരിച്ചു. ഹരേ കൃഷ്ണ മന്ത്രത്തിനൊപ്പം മോദി മോദി വിളികളുമായി ഭാരതീയ സമൂഹം അദ്ദേഹത്തെ വരവേറ്റു. जो आप हमारे शेख मुजीब के जन्मदिन मना रहे हो, साहिबजादों के जन्मदिन मना रहे हो. മോദിയുടെ ഫ്രാൻസ് സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും ചേർന്ന് നിർണായക തീരുമാനങ്ങളിൽ ധാരണയായി. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒരുമിച്ച് മുന്നോട്ടു പോകും. ഭീകരപ്രവർത്തനത്തിലുള്ള ഫണ്ടിംഗ് തടയുന്നതിനും ഭീകരർക്ക് താവളം ഒരുക്കുന്നത് ഇല്ലാതാക്കുന്നതിനും ഇരു രാജ്യങ്ങളും സഹകരിക്കും. അതിർത്തി കടന്നുള്ള തീവ്രവാദവും അനുബന്ധ മയക്കുമരുന്ന് കടത്തും ഇരു രാജ്യങ്ങളും ശക്തമായി പ്രതിരോധിക്കും. ഭീകരതയ്ക്കെതിരായ ഇന്റലിജൻസ് വിവരങ്ങൾ ഉൾപ്പെടെ കൈമാറും. ഇതിനായി ഭാരതത്തിന്റെ ഭീകരവിരുദ്ധ അന്വേഷണ ഏജൻസി NSGയും ഫ്രഞ്ച് ഏജൻസി GIGN സഹകരിച്ച് പ്രവർത്തിക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ഭീകരവിരുദ്ധ സഖ്യത്തിന് ശക്തമായ പിന്തുണയും സാങ്കേതിക സഹായവും ഉറപ്പാക്കുന്ന ധാരണകളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായത്. പാരീസിൽ നടന്ന AI ആക്ഷൻ ഉച്ചകോടിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിനൊപ്പം പ്രധാനമന്ത്രി പങ്കെടുത്തു. സാങ്കേതികവിദ്യയുടെ വികാസം മൂലം തൊഴിൽ നഷ്ടം ഉണ്ടായിട്ടില്ലെന്നാണ് ചരിത്രം തെളിയിക്കുന്നതെന്ന് AI ആക്ഷൻ ഉച്ചകോടിയിൽ മോദി പറഞ്ഞു. AI മൂലം തൊഴിൽ നഷ്ടമുണ്ടാകുമെന്ന ഭയം വ്യാപകമാണ്. എന്നാൽ സാങ്കേതികവിദ്യ കാരണം ജോലി ഇല്ലാതാകുന്നില്ലെന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. പുതിയ തരം തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. AI സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾക്ക് തൊഴിലാളികളെ സജ്ജമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുജനനന്മയ്ക്കായി ഇന്ത്യ AI ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ AI ടാലന്റ് പൂളുകളിൽ ഒന്ന് ഇന്ത്യയുടെ പക്കലുണ്ട്. വൈവിധ്യം കണക്കിലെടുത്ത് ഇന്ത്യ സ്വന്തമായി ഒരു ഭാഷാ മാതൃക നിർമ്മിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും ആണവോർജ്ജ മേഖലയിൽ സഹകരിക്കാനുള്ള പ്രാരംഭ കരാറിലും ഒപ്പുവെച്ചു. ഇതിലൂടെ ഭാരതത്തിൽ കൂടുതൽ ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കാൻ പദ്ധതിയുണ്ട്. ഫ്രാൻസിൽ നിന്നും കൂടുതൽ ജെറ്റ് എഞ്ചിനുകളും മിസൈലുകളും വാങ്ങുന്നതിനും ധാരണയായി. ഭാരതം ഫ്രാൻസ് CEO ഫോറത്തിൽ മോദിയും മാക്രോണും സംയുക്തമായാണ് അഭിസംബോധന നടത്തിയത്. ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ വ്യവസായ പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ പ്രതിരോധം, നിർണായക സാങ്കേതിക വിദ്യകൾ, നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ സഹകരണ സാധ്യതകളെക്കുറിച്ച് ചർച്ച നടന്നു. ഭാരതം ആഗോള ബിസിനസ് കേന്ദ്രമാവുകയാണെന്നും രാജ്യത്ത് ഫ്രഞ്ച് വ്യവസായ സ്ഥാപനങ്ങൾ കൂടുതൽ നിക്ഷേപം നടത്തണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഫ്രാൻസിലെ ഭാരതീയർക്ക് അനുഗ്രഹമായി മർസയിൽ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പുതിയ കോൺസുലേറ്റ് ആരംഭിച്ചത് ആഹ്ലാദത്തോടെയാണ് ഇന്ത്യൻ വംശജർ സ്വാഗതം ചെയ്തത്. ഉദ്ഘാടനത്തെ തുടർന്ന് ഭാരത സമൂഹവുമായി പ്രധാനമന്ത്രി സംവദിച്ചു. കാലങ്ങളായുള്ള മർസൈ ഭാരത സമൂഹത്തിന്റെ ആവശ്യമായിരുന്നു കോൺസുലേറ്റ്. പാസ്പോർട്ട് പുതുക്കുന്നതിന് പോലും പാരീസിൽ പോകേണ്ട അവസ്ഥ ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് അവിടുത്തെ ഓരോ ഭാരതീയരും. बहुत खुशी की बात है हमारे लिए बहुत सुविधा हो गई है तो इसके लिए प्रधानमंत्री जी को बहुत बहुत धन्यवाद. വിദേശത്ത് കഴിയുന്ന ഭാരതീയ പൗരന്മാരെ എക്കാലവും ചേർത്തു പിടിക്കുന്ന നേതാവാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയായിരുന്നു മോദി. മർസൈക്ക് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലുള്ള പങ്കും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 1910-ൽ
മഹാനായ വീർ സവർക്കർ ബ്രിട്ടീഷ് കപ്പലിൽ നിന്നും അതിസാഹസികമായി രക്ഷപ്പെട്ടെത്തിയത് മർസേയ് തീരത്തേക്കായിരുന്നു. ഫ്രഞ്ച് സർക്കാർ അറസ്റ്റ് ചെയ്ത സവർക്കറെ ബ്രിട്ടന് വിട്ടുകൊടുക്കരുതെന്നാവശ്യപ്പെട്ട് വലിയ പ്രക്ഷോഭം അന്ന് മർസേയ് നഗരത്തിൽ നടന്നു. അന്ന് പ്രക്ഷോഭം നയിച്ച നേതാക്കൾക്കും മർസേയ് ജനതയ്ക്കും നന്ദി അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ധീരമായ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന നഗരമാണ് മർസേയ് എന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. വീര സവർക്കറുടെ ധീരത തലമുറകൾക്ക് പ്രചോദനമാകുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമക്കുറിപ്പിൽ കൂട്ടിച്ചേർത്തു. ലോകമഹായുദ്ധങ്ങളിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ ത്യാഗത്തെ ആദരിക്കുന്നതിനായി നിർമ്മിച്ച മസാഡ്സ് യുദ്ധ സെമിത്തേരിയും മോദി മാക്രോണിനൊപ്പം സന്ദർശിച്ചു. ഫ്രാൻസ് സന്ദർശന വേളയിൽ ഇന്ത്യ സന്ദർശിക്കാനായി ഫ്രഞ്ച് പ്രസിഡന്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിക്കുകയും ചെയ്തു.